പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ. അങ്ങയും ആത്മാവോടും കൂടെ. ഈശോയിൽ സ്നേഹമുള്ള അച്ഛന്മാർ, പ്രിയ സിസ്റ്റേഴ്സ്, പ്രിയ സഹോദരി സഹോദരന്മാർ, പ്രിയ മാതാപിതാക്കളെ, പ്രിയ കുഞ്ഞുങ്ങളെ, ഇന്നത്തെ ദിവസം ഫെബ്രുവരി 2 ലാറ്റിൻ ആരാധനക്രമമനുസരിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. നമുക്കറിയാം, ഈശോ ജനിച്ചിട്ട് 40ാമത്തെ ദിവസമാണ്. 40ാം ദിവസമാണ് ദേവാലയത്തിൽ സമർപ്പിക്കപ്പെട്ടത്. ജനുവരി 1 ഈശോ ജനിച്ചതിൻ്റെ 8ാം ദിവസമാണ്. അന്ന് ഈശോ എന്ന പേര് നൽകി 40ാം ദിവസം ഈശോയെ ദേവാലയത്തിൽ സമർപ്പിച്ചു. അതിൻ്റെ ഓർമ്മയാണ്. ഈ 40 എപ്പോഴും ഒരു പ്രധാനപ്പെട്ട ഒരു നമ്പർ കൂടിയാണ്. 40 നോയമ്പ്, അത് ബൈബിളിലുള്ള 40 ദിനരാത്രങ്ങൾ ഉപവാസം, ഈശോയുടെ ഉപവാസം, യോന പ്രവാചകൻ ഉപവാസം, എലിയ പ്രവാചകൻ്റെ ഉപവാസം, ഹോറേബുമല, ഇസ്രായേൽ ജനത്തിൻ്റെ മരുഭൂമിയിലുള്ള വർഷങ്ങൾ, ഇങ്ങനൊരു കണക്കാണത്. ഇത് ഈശോയുടെ ഈ ദേവാലയത്തിലെ സമർപ്പണം 40ാം ദിവസം, അതാണ് 40 നോയമ്പ് ആയിട്ടുള്ള ബന്ധപ്പെട്ട ഒരു നമ്പറാണ്. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ശരിക്ക് ഈ പരിശുദ്ധ ബലിയർപ്പണത്തിൽ നമ്മൾ എടുക്കാൻ പാകത്തിലാണ് അമ്മ കൊടുത്തത്. എടുക്കാൻ പാകത്തിലാണ് അമ്മ കൊടുത്തത്. കൊച്ചിന് ഈശോയെ ഇങ്ങനെ വട്ടം കയ്യിൽ പിടിച്ചിട്ട് എടുക്കാൻ പാകത്തിലാണ് കൊടുത്തത്. അതുകൊണ്ട് നമുക്ക് ചോദിക്കാം, എടുക്കാൻ നമ്മൾ പലതും എടുക്കണ വിധത്തിലല്ല കൊടുക്കുന്നത്. നമ്മൾ മുറുക്കെ പിടിച്ചിട്ട് എടുത്തോ എന്ന് പറഞ്ഞാൽ എങ്ങനെ എടുക്കും? ഇല്ലേ? മുറുക്കെ പിടിച്ചിട്ട് എടുത്തോ എന്ന് പറഞ്ഞാൽ എങ്ങനെ എടുക്കും? അമ്മ പക്ഷെ കൊടുത്തത് എടുക്കാൻ പാകത്തിലാണ് കൊടുത്തത്. അതുകൊണ്ട് അമ്മയോട് പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളില്ലാത്തവർ, അമ്മ പരിശുദ്ധ കാണിക്ക മാതാവ്, അമ്മയുടെ കയ്യിരിക്കുന്ന കുഞ്ഞിനെ ഞങ്ങൾക്ക് തരണേ. അങ്ങനെ പ്രാർത്ഥിക്കാം. ബുദ്ധിയില്ലാത്ത അല്ലെങ്കിൽ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുഞ്ഞുങ്ങൾ, ജ്ഞാനമായ ഈശോയല്ലേ കയ്യിലിരിക്കുന്നത്. കൊളോസ്യർ 2:3 അവനിൽ ജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ നിധികൾ ഒളിഞ്ഞു കിടക്കുന്നു. പരിശുദ്ധ അമ്മയുടെ ഇരിക്കുന്ന ബുദ്ധി, ജ്ഞാനമാകുന്ന ഈശോയെ ഞങ്ങൾക്ക് സമാധാനമില്ലെങ്കിൽ എഫേസ്യർ 2:14 അവൻ നമ്മുടെ സമാധാനമാണ്. അമ്മയുടെ കയ്യിരിക്കുന്ന സമാധാനമായ ഈശോയെ ഞങ്ങൾക്ക് എടുക്കാൻ പാകത്തിലാണ് അമ്മ തന്നത്. അതുകൊണ്ട് ചോദിക്കാം. വേളാങ്കണ്ണി മാതാവിനെ നമുക്ക് ചിലപ്പോൾ കുഞ്ഞിനെ എടുക്കാൻ പറ്റില്ല, പൊതിച്ച് മൂടി ഇലയിക്കുന്ന പോലെയല്ലേ. പക്ഷേ ഇന്നത്തെ മാതാവ് എടുക്കാൻ പാകത്തിൽ കൊടുത്ത മാതാവാണ്. അതുകൊണ്ട് ചോദിക്കും. ഈ പരിശുദ്ധ ബലി ഭക്തിയോടെ അർപ്പിക്കണം. സഹോദരരേ, ദിവരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാ. സർവശക്തനായ ദൈവത്തോടും സഹോദരരേ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട്
പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. അങ്ങയെ സ്തുതിക്കുന്നു, അങ്ങയെ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമൈക്കിതാ നന്ദി ചൊല്ലുന്നിവത്താഴ്മയാ. ദൈവമേ കർത്താവങ്ങയെ വാഴ്ത്തുന്നു സ്വർലോകരാജനേ. സർവീരസക്തനാ ദൈവമേ കാതരാമങ്ങയെ വാഴ്ത്തുന്നു. ഏകാത്മകാരേസുവേ കർത്താവം യേശു ക്രിസ്തുവേ. ദൈവമേ കർത്താവങ്ങയെ വാഴ്ത്തുന്നു ദൈവത്തിൽ കുഞ്ഞാടേ. താതനാം ദൈവത്തിൽ സൂനുവേ അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാവനിരണ്ടാവേ കാരുണ്യത്തൂകളിൽ, ലോകത്തിൻ പാവനിരണ്ടാവേ എങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിന്റെ പാർശ്വത്തിൽ നിർവലം ഭാഗത്തിരുന്നേഴും ഞങ്ങൾ തൻ രക്ഷകനേശുവേ കാരുണ്യത്തൂകളിൽ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവുതൻ നിത്യമഹിമാവിൻ തേജസ്സിൽ പാവനാത്മാവുതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവാം യേശുവേ. അങ്ങ് മാത്രം പരിപാവനൻ, അങ്ങ് താനേകനാഥനും, അങ്ങ്
നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, അങ്ങേ മഹിമയ്ക്കായി ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങളുടെ മാംസം ധരിച്ച അങ്ങേജാതനായ ഏകപുത്രൻ ഈ ദിനം ദേവാലയത്തിൽ സമർപ്പിക്കപ്പെട്ട പോലെ ഞങ്ങളും ശുദ്ധീകരിക്കപ്പെട്ട മാനസങ്ങളോടെ അങ്ങേക്ക് സമർപ്പിതരാകാൻ അനുഗ്രഹം അരുളണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ഒന്നാം വായന മലാക്കി പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്. കർത്താവായ ദൈവം അരുൾ ചെയ്യുന്നു, ഇതാ എനിക്ക് മുൻപേ വഴിയൊരുക്കാൻ ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു. നിങ്ങൾ തേടുന്ന കർത്താവ് ഉടൻ തന്നെ തൻ്റെ ആലയത്തിലേക്ക് വരും. നിനക്ക് പ്രിയങ്കരനായ ഉടമ്പടിയുടെ ദൂതൻ ഇതാ വരുന്നു, സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു. എന്നാൽ അവിടുത്തെ വരവിൻ്റെ ദിനത്തെ അതിജീവിക്കാൻ ആർക്ക് കഴിയും? അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ അവിടുത്തെ മുൻപിൽ നിൽക്കാൻ ആർക്ക് കഴിയും? ഉലയിലെ അഗ്നി പോലെയും അലക്കുകാരൻ്റെ കാരം പോലെയുമാണ് അവിടുന്ന്. വെള്ളി ഉലയിൽ ശുദ്ധീകരിക്കുന്നത് പോലെ അവിടുന്ന് ഉപവിഷ്ടനാകും. ലേവിപുത്രന്മാർ യുക്തമായ ബലികൾ കർത്താവിന് അർപ്പിക്കുന്നതിന് വേണ്ടി അവിടുന്ന് അവരെ സ്വർണവും വെള്ളിയും എന്ന പോലെ ശുദ്ധീകരിക്കും. അവരെ യൂദയായുടെ ജെറുസലേമിൻ്റെയും ബലി പഴയ കാലത്തെന്ന പോലെ കർത്താവിന് പ്രീതികരമാകും. കർത്താവിൻ്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. ആരാണ് ഈ മഹത്വത്തിൻ്റെ രാജാവ്? പ്രബലനായ കർത്താവ് തന്നെ. ആരാണ് ഈ മഹത്വത്തിൻ്റെ രാജാവ്? പ്രബലനായ കർത്താവ് തന്നെ. കവാടങ്ങളെ ശിരസുയർത്തുവിൻ, പുരാതന കവാടങ്ങളെ ഉയർന്നു നിൽക്കുവിൻ, മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. ആരാണ് ഈ മഹത്വത്തിൻ്റെ രാജാവ്? പ്രബലനായ കർത്താവ് തന്നെ. ആരാണ് ഈ മഹത്വത്തിൻ്റെ രാജാവ്? പ്രബലനും ശക്തനുമായ കർത്താവ്, യുദ്ധവീരനായ കർത്താവ് തന്നെ. ആരാണ് ഈ മഹത്വത്തിൻ്റെ രാജാവ്? പ്രബലനായ കർത്താവ് തന്നെ. കവാടങ്ങളെ ശിരസുയർത്തുവിൻ, പുരാതന കവാടങ്ങളെ ഉയർന്നു നിൽക്കുവിൻ, മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. ആരാണ് ഈ മഹത്വത്തിൻ്റെ രാജാവ്? പ്രബലനായ കർത്താവ് തന്നെ. ആരാണ് ഈ മഹത്വത്തിൻ്റെ രാജാവ്? സൈന്യങ്ങളുടെ കർത്താവ് തന്നെ. അവിടെ നിന്നാണ് മഹത്വത്തിൻ്റെ രാജാവ്. ആരാണ് ഈ മഹത്വത്തിൻ്റെ രാജാവ്? പ്രബലനായ കർത്താവ് തന്നെ. ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്, മക്കൾ ഓരോ മാംസത്തിലും രക്തത്തിലും ഭാവഭാവത്തോളാകുന്നത് പോലെ അവനും അവയിൽ ഭാവവാഹകരായി. അത് മരണത്തിന്മേൽ അധികാരമുള്ള പിശാചിനെ തൻ്റെ മരണത്താൽ നശിപ്പിച്ച മരണഭയത്തോടെ ജീവിതകാലം മുഴുവൻ അടിമത്തത്തിൽ കഴിയുന്നവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. എന്തെന്നാൽ അവൻ സ്വന്തമായി എടുത്തത് ദൈവദൂതന്മാരെയല്ല, അബ്രഹാമത്തിൻ്റെ സന്തതിയാണ്. ജനങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുന്നതിന് വേണ്ടി ദൈവിക കാര്യങ്ങളിൽ വിശ്വസ്തനും കരുണയുള്ളവനുമായ പ്രധാന പുരോഹിതനാകാൻ അവൻ എല്ലാ കാര്യങ്ങളിലും തൻ്റെ സഹോദരരോട് സദൃശനാകേണ്ടിയിരുന്നു. അവൻ പീഡ സഹിക്കുകയും പരീക്ഷിക്കപ്പെടുകയും ചെയ്തുകൊണ്ട്
പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിക്കുവാൻ അവന് സാധിക്കുമല്ലോ. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അത് വിജാതിയർക്ക് വെളിപ്പാടിൻ്റെയും പ്രകാശവും അവിടുത്തെ ജനമായ ഇസ്രായേലിൻ്റെയും മഹിമയുമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേയും ആത്മാവോടും കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. മോശയുടെ നിയമമനുസരിച്ച് ശുദ്ധീകരണത്തിനുള്ള ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ അവർ അവനെ കർത്താവിന് സമർപ്പിക്കാൻ ജെറുസലേമിലേക്ക് കൊണ്ടുപോയി. കടിഞ്ഞൂൽ പുത്രന്മാരൊക്കെയും കർത്താവിൻ്റെ പരിശുദ്ധൻ എന്ന് വിളിക്കപ്പെടണം എന്നും ഒരു ജോഡി ചെങ്ങാലികളെയോ 2 പ്രാവിൻ കുഞ്ഞുങ്ങളെയോ ബലിയർപ്പിക്കണമെന്നും കർത്താവിൻ്റെ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ചാണ് അവർ അങ്ങനെ ചെയ്തത്. ജെറുസലേമിൽ ശിമയോൻ എന്നൊരുവൻ ജീവിച്ചിരുന്നു. അവൻ നീതിമാനും ദൈവഭക്തനും ഇസ്രായേലിൻ്റെ ആശ്വാസം പ്രതീക്ഷിച്ചിരുന്നവനുമായിരുന്നു. പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ ഉണ്ടായിരുന്നു. കർത്താവിൻ്റെ അഭിഷിക്തനെ കാണുന്നതുവരെ മരിക്കുകയില്ല എന്ന് പരിശുദ്ധാത്മാവ് അവന് വെളിപ്പെടുത്തിയിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ അവൻ ദേവാലയത്തിലേക്ക് വന്നു. നിയമപ്രകാരമുള്ള അനുഷ്ഠാനങ്ങൾക്കായി ശിശുവായ യേശുവിനെ മാതാപിതാക്കന്മാർ ദേവാലയത്തിൽ കൊണ്ടുചെന്നു. ശിമയോൻ ശിശുവിനെ കയ്യിലെടുത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവേ, അവിടുത്തെ വാഗ്ദാനമനുസരിച്ച് ഇപ്പോൾ ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ. എന്തെന്നാൽ സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. അത് വിജാതിയർക്ക് വെളിപ്പെടാനിരിക്കുന്ന പ്രകാശവും അവിടുത്തെ ജനമായ ഇസ്രായേലിൻ്റെ മഹിമയുമാണ്. അവനെക്കുറിച്ച് പറയപ്പെട്ടതെല്ലാം കേട്ട് അവൻ്റെ പിതാവും മാതാവും അത്ഭുതപ്പെട്ടു. ശിമയോൻ അവരെ അനുഗ്രഹിച്ചുകൊണ്ട് അവൻ്റെ അമ്മയായ മറിയത്തോട് പറഞ്ഞു, ഇവൻ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും. ഇവൻ വിവാദ വിഷയമായ അടയാളവുമായിരിക്കും. അങ്ങനെ അനേകരുടെ ഹൃദയ വിചാരങ്ങൾ വെളിപ്പെടും. നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറുകയും ചെയ്യും. ഫനുവേലിൻ്റെ പുത്രിയും ആഷേർ വംശജയുമായ അന്ന എന്നൊരു പ്രവാചിക അവിടെ ഉണ്ടായിരുന്നു. ഇവൾ കന്യകാപ്രായം മുതൽ 7 വർഷം ഭർത്താവിനോടൊത്ത് ജീവിച്ചു. 84 വയസ്സായ ഈ വിധവ ദേവാലയം വിട്ടുപോകാതെ രാപകൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഉപവാസത്തിലും പ്രാർത്ഥനയിലും കഴിയുകയായിരുന്നു. അവൾ അപ്പോൾ തന്നെ മുൻപോട്ട് വന്ന് ദൈവത്തെ സ്തുതിക്കുകയും ജെറുസലേമിൽ രക്ഷ പ്രതീക്ഷിച്ചു കൊണ്ടിരുന്ന എല്ലാവരോടും ശിശുവിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. കർത്താവിൻ്റെ നിയമപ്രകാരം എല്ലാം നിവർത്തിച്ച ശേഷം അവൻ സ്വനഗരമായ ഗലീലയിലെ നസ്രത്തിലേക്ക് മടങ്ങി. ശിശു വളർന്ന് ജ്ഞാനം നിറഞ്ഞ് ശക്തനായി. ദൈവത്തിൻ്റെ കൃപ അവൻ്റെ മേൽ ഉണ്ടായിരുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്നത്തെ തിരുനാളിൻ്റെ ഇംഗ്ലീഷിൽ പറയുന്നവർ പ്രസൻറ്റേഷൻ ഓഫ് അവർ ലോഡ് എന്നാണ്.
ഇന്നത്തെ വചനം സുവിശേഷം ആരംഭിക്കുന്ന മോശയുടെ നിയമം അനുസരിച്ച് ശുദ്ധീകരണത്തിനുള്ള ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ ഒരു ഗർഭിണിയായ സ്ത്രീ കഴിഞ്ഞ കുഞ്ഞിനെ പ്രസവിച്ച് കഴിയുമ്പോൾ ശുദ്ധീകരണ ദിവസങ്ങൾ പൂർത്തിയാക്കുക, അതിന് ശുദ്ധീകരിക്കുക തന്നെ അതിന് ദേവാലയ പ്രവേശനം. അപ്പം അത് തന്നെയാണ്. അപ്പോൾ ശുദ്ധീകരണ മാതാവിൻ്റെ തിരുനാൾ, അവർ ലേഡി ഓഫ് പ്യൂരിഫിക്കേഷൻ തിരുനാളാണ്. പിന്നെ സ്നേഹത്തോടെ ആളുകൾ ഈശോയെ ഇങ്ങനെ ദേവാലയത്തിൽ കാണിക്ക വെച്ച മാതാവിനെ കാണിക്ക മാതാവ് എന്നുകൂടി വിളിക്കും. കാണിക്ക മാതാവിൻ്റെ തിരുനാൾ കൂടിയാണ് ഇന്ന്. അപ്പോൾ ഇവർ എല്ലാവരും കാത്തിരിക്കുകയാണല്ലോ. ഇവർ യൗസേപ്പ് പിതാവും മാതാവും ഈശോയെ സമർപ്പിക്കാൻ കാത്തിരുന്നു. 40 ദിവസം പൂർത്തിയായപ്പോൾ അത് കാത്തിരുന്നു. അത്ര നാൾ സൂക്ഷിച്ച് പിടിച്ച് ദേവാലയത്തിൽ നല്ല ആരോഗ്യത്തോടെ സമർപ്പിക്കാൻ വേണ്ടി അവർ കാത്തിരുന്നു. ഇനി ശിമയോനും അന്നായും കാത്തിരുന്നു ഈശോയെ കാണാൻ. ഇസ്രായേലിൻ്റെ ആശ്വാസം പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നവനാണ് ശിമയോൻ. ജെറൂസലേമിൻ്റെ രക്ഷ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നവളാണ് അന്ന. അപ്പോൾ അവർ കാത്തിരുന്നു. ഈ കാത്തിരിക്കുന്നവരുടെ ഒരു പ്രത്യേകത ഇന്നത്തെ വചനഭാഗത്ത് നിന്ന് അവരൊരു ഡിസിപ്ലിൻഡാണ്. അവർ ഡിസിപ്ലിൻ ആയിട്ട് പോവുക. ഇപ്പോൾ ഇന്നത്തെ യൗസേപ്പ് പിതാവിനെ മാതാവിനെയും കുറിച്ച് പറയുകയാണെങ്കിൽ 4 തവണയാണ് പറയുക മോശയുടെ നിയമമനുസരിച്ച്. ലൂക്ക 2:22 മോശയുടെ നിയമമനുസരിച്ച് ശുദ്ധീകരണത്തിന് ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ അവനെ കർത്താവിന് സമർപ്പിക്കാൻ ജെറൂസലേമിലേക്ക് കൊണ്ടുപോയി. മോശയുടെ നിയമമനുസരിച്ച്. ഇനിയും ലൂക്ക 2:24 ഒരു ജോഡി ചെങ്ങാലികളെയോ 2 പ്രാവിൻ കുഞ്ഞുങ്ങളെയോ ബലിയർപ്പിക്കണമെന്ന് കർത്താവിൻ്റെ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച്. ഇനിയും ലൂക്ക 2:27 നിയമപ്രകാരമുള്ള അനുഷ്ഠാനങ്ങൾക്കായി ശിശുവായി യേശുവിനെ മാതാപിതാക്കന്മാർ ദേവാലയത്തിൽ കൊണ്ടുചെന്നു. ഇനി ലൂക്ക 2:39 കർത്താവിൻ്റെ നിയമപ്രകാരം എല്ലാം നിവർത്തിച്ച ശേഷം അവർ സ്വനഗരമായ ഗലീലിയിലെ നസ്രത്തിലേക്ക് മടങ്ങി. അപ്പോൾ ഒരു ഡിസിപ്ലിൻഡ് ലൈഫ് നോക്കിക്കുക. കാത്തിരിക്കുന്നവർക്കുള്ളൊരു ക്വാളിറ്റിയാണ്. അനുഗ്രഹം കാത്തിരിക്കുന്നവർക്കുള്ള ഒരു ക്വാളിറ്റിയാണ് ഡിസിപ്ലിൻഡ് ലൈഫ്. കുമ്പസാരം വേണം, കുർബാന വേണം, കർത്താവിൻ്റെ അനുഗ്രഹം. ഒരു കൊച്ചിനെ കാത്തിരിക്കുന്നവർ, നല്ല വിവാഹം കാത്തിരിക്കുന്നവർ, നല്ല ജോലി കാത്തിരിക്കുന്നവർ ഡിസിപ്ലിൻ ആയിട്ട് പോകണം എന്ന് വചനം പറയുകയാണ്. ഈ ശിമയോനെ നോക്കിക്കേ. ശിമയോനെക്കുറിച്ച് പറയുന്നത് 25-ാമത്തെ വാക്യത്തിൽ അവൻ ഇസ്രായേലിൻ്റെ ആശ്വാസം പ്രതീക്ഷിച്ചിരുന്നവനാണ്. പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ ഉണ്ടായിരുന്നു. പരിശുദ്ധാത്മാവൻ്റെ മേൽ ഉണ്ടായിരുന്നിരിക്കണം, അങ്ങനെയല്ലല്ലോ, ഉണ്ടായിരുന്നു. ഇനി 26-ാമത്തെ വചനം കർത്താവിൻ്റെ അഭിഷിക്തനെ കാണുന്നവരെ മരിക്കുകയില്ലെന്ന് പരിശുദ്ധാത്മാവ് അവനെ വെളിപ്പെടുത്തിയിരുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവിനെ കേൾക്കാൻ പറ്റിയ വിധത്തിൽ ജീവൻ നയിച്ച ഒരാളാണ് ശിമയോൻ. ഇനി പറയുന്നത് 27-ാമത്തെ വാക്യത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ അവൻ ദേവാലയത്തിലേക്ക് വന്നു. അപ്പോൾ മുഴുവൻ ആ ഒരു ഡിസിപ്ലിൻ ലൈഫ് അതാണ്. അപ്പോൾ ഇനി അന്നയെ നോക്കിക്കേ. അന്ന രാപ്പകൽ, അത് 37-ാമത്തെ വാക്യത്തിലാണ്, രാപ്പകൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഉപവാസത്തിലും പ്രാർത്ഥനയിലും സമയമായപ്പോൾ മുന്നോട്ട് വന്നു. അപ്പോൾ ഇതെല്ലാം മടിപിടിച്ചിരിക്കാതെ പ്രാർത്ഥനയിൽ ഇതൊരു ഡിസിപ്ലിൻഡ് ലൈഫ് നമുക്ക് വേണം. ഇനിയും നമ്മളെ ഞാനിങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട്, കുമ്പസാരം നമ്മുടെ ഡിസിപ്ലിൻ്റെ ഭാഗമാണല്ലോ. കുമ്പസാരത്തിൽ നിൽക്കുമ്പോൾ പോലും ഞാൻ ചിലപ്പോൾ ഇന്നലെ അവിടെ കുമ്പസാരിക്കാൻ നിന്നവരോട് എനിക്ക് പറയേണ്ടി വന്നു, നിങ്ങളൊന്ന് നേരെ നല്ല ക്യൂ ആയിട്ടൊന്ന് നിൽക്കുക. തൊട്ടടുത്ത് കൊങ്കിണി ഫാദർ വരും കുമ്പസാരിപ്പിക്കാനായിട്ട്. അപ്പോൾ മലയാളികളുടെ വില കളയല്ലേ എന്ന് ഞാൻ പറഞ്ഞു. ഒരു ക്യൂ ആയിട്ട് നിൽക്കണം. അപ്പോൾ ആരോ ഒരാൾ ക്യൂ കണ്ടിട്ട് ഇറങ്ങിപ്പോയി. എന്നിട്ട് പിന്നെ പ്രേരണയാൽ തിരിച്ചു വന്നു. നമുക്കൊന്ന് കാത്തിരിക്കാൻ പോലും പറ്റുന്നില്ല. കാത്തിരിക്കുന്നവരുടെ ഒരു ക്വാളിറ്റിയാണ് ഡിസിപ്ലിൻ. വരുമ്പോൾ തന്നെ അങ്ങ് കിട്ടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നടക്കും? വരുമ്പോൾ തന്നെ കിട്ടുമോ? അപ്പോൾ ഒരു ഡിസിപ്ലിൻ, കാത്തിരിക്കാനായിട്ടുള്ളൊരു അപ്പോൾ ക്രമമൊന്നും തെറ്റരുത്. ഇല്ലേ, ചിലപ്പോൾ കുമ്പസാരിക്കുമ്പോൾ ഇപ്പോൾ ആളുകൾ പാപിയായ എന്നെ ആസ്വദിക്കണം, പാപിയാനെ കന്യാണ് എന്നൊന്നും പറയാതെ ഇപ്പോൾ ഈശോ വിശായിച്ച് വിചാരിക്കട്ടെ പിതാവിന് പുത്രനൊക്കെ പറഞ്ഞാണ് അവർ ആ ക്രമമൊക്കെ തെറ്റിച്ചാണ് ഇപ്പോൾ കുമ്പസാരിക്കുന്നത്.
ആദ്യം തന്നെ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, പാപിയായ എന്നെ ആശീർവദിക്കണമേ, പാപങ്ങളെല്ലാം പറയുന്നു. അത് കഴിയുമ്പോൾ ഈശോ ഞാൻ പറഞ്ഞ പാപങ്ങൾക്ക്, പറയാൻ വിട്ടുപോയ പാപങ്ങൾക്ക് മാപ്പ് നൽകി. ഇതല്ലേ ക്രമം. ആദ്യം കുമ്പസാരത്തിനുള്ള ജപം ചൊല്ലണം, അത് കഴിയുമ്പോൾ അച്ഛൻ്റെ പ്രായശ്ചിത്തങ്ങൾ കേൾക്കണം, അത് കഴിഞ്ഞിട്ട് മനസ്താപ്രകരണം ചൊല്ലണം, അബ്സല്യൂഷൻ പ്രയർ അത് കേട്ടിട്ട് അത് സ്വീകരിച്ചിട്ട് വേണം പോകാൻ, എന്നിട്ട് പോയിട്ടിരുന്ന് പ്രാർത്ഥിക്കണം. ഇല്ല, അതിൻ്റെ ക്രമമില്ല. അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടോ? ഒരു ഡിസിപ്ലിനായിട്ടാണോ കുമ്പസാരിക്കുന്നത് പോലും? ഇല്ലേ? യഥാർത്ഥത്തിൽ ഈശോയെ സമർപ്പിച്ചത് നമ്മുടെ സമർപ്പണം അത് നവീകരിക്കാനായിട്ടുള്ളൊരു ഓർമ്മപ്പെടുത്തലല്ലേ. നമ്മളെങ്ങനെയാണ് നമ്മുടെ കത്തോലിക്ക വിശ്വാസ ജീവൻ നവീകരിക്കുന്നത്? നിരന്തര കുമ്പസാരത്തിലൂടെയും കുർബാന സ്വീകരണത്തിലൂടെയും. വേറെ എങ്ങനെ നവീകരിക്കും? കത്തോലിക്ക വിശ്വാസ ജീവിതം എങ്ങനെ നവീകരിക്കും? നിരന്തര കുമ്പസാരം, നിരന്തര കുർബാന സ്വീകരണം. അങ്ങനെ മാത്രമേ കത്തോലിക്ക വിശ്വാസ ജീവിതം എന്നും നവീകരിച്ചുകൊണ്ടിരിക്കുക. ഈശോയുടെ സമർപ്പണ തിരുനാൾ ഇന്ന് ആചരിക്കുമ്പോൾ നമ്മുടെ സമർപ്പണത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. നമ്മൾ സമർപ്പിക്കുന്നുണ്ടോ? സമർപ്പിച്ചിട്ടാണോ ഇരിക്കുന്നത്? ചില ആളുകൾ കുമ്പസാരിക്കാൻ വരുമ്പോൾ അവർ പ്രാർത്ഥനയാക്കി മാറ്റാറുണ്ട്. അച്ഛാ, എൻ്റെ മകന് കല്യാണം നടന്നിട്ടില്ല, അച്ഛാ, കൊച്ചില്ല, അച്ഛാ, ഇതൊക്കെ പറയുകയാണേ. അപ്പോൾ കുമ്പസാരം പാപം പറയുന്ന സ്ഥലമല്ലേ, പ്രാർത്ഥന പറയുന്ന സ്ഥലമാണ്. യഥാർത്ഥത്തിൽ ധൂർത്തപുത്രൻ അയാൾ ദൈവത്തിൻ്റെ മകനാണെന്നുള്ള ബോധം നഷ്ടപ്പെട്ടില്ല. അതായത് അയാൾ ഒരിക്കൽ സമർപ്പിക്കപ്പെട്ടയാളാണ്, എപ്പോഴോ വിട്ടുപോയി. എന്നിട്ട് ആ സമർപ്പണത്തെക്കുറിച്ചുള്ള ഓർമ്മ വന്നു. ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, ഞാനിങ്ങനെ കടന്നലയേണ്ട ആളല്ല. തിരിച്ചു വന്നു. അതായത് സെൽഫ് എസ്റ്റീം, അഭിമാന ബോധം നഷ്ടപ്പെട്ടു പോയില്ല. തിരിച്ചു വന്നിട്ട് അയാൾ, അപ്പ എനിക്ക് ചെരുപ്പില്ലപ്പ, അപ്പ എനിക്ക് ചോറില്ലപ്പ, വിശക്കണപ്പ, എനിക്ക് വസ്ത്രമില്ലപ്പ, അങ്ങനെ പറഞ്ഞോ? ധൂർത്തപുത്രൻ വന്നിട്ട് പിതാവിൻ്റെ കാൽക്ക വീണ, എനിക്ക് ചോറ് താപ്പ എന്ന് പറഞ്ഞോ? വന്നിട്ട് കുമ്പസാരിച്ച് കഴിഞ്ഞപ്പോൾ എന്ത് കിട്ടി? എല്ലാം കിട്ടി. ചെരുപ്പ് കിട്ടി, വസ്ത്രം കിട്ടി, ഭക്ഷണം കിട്ടി. അപ്പം നമ്മൾ കുമ്പസാരത്തിൽ പോലും നമ്മളെ തന്നെ ഒന്ന് സമർപ്പിക്കാൻ നമ്മൾ തയ്യാറല്ല. നമ്മൾ ഈ ഇങ്ങോട്ട് വേണം, അങ്ങോട്ടൊന്നും കൊടുക്കുക. അതല്ലേ ഞാൻ പറഞ്ഞു, എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് നമ്മൾ കൊടുക്കുന്നത്. പക്ഷെ മാതാവ് ഇന്ന് കൊടുത്തത് എടുത്തോ എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തത്. നമ്മൾ എടുത്തോ എന്ന് പറഞ്ഞിട്ടാണോ കൊടുക്കുന്നത്? എനിക്കൊന്നും വിട്ടുകൊടുക്കാൻ പറ്റില്ല, എൻ്റെ തീരുമാനം, എൻ്റെ ശീലങ്ങളൊന്നും എനിക്ക് വിട്ടുകൊടുക്കാൻ പറ്റുന്നില്ല. ഇതെന്തൊരു സമർപ്പണമാണ്! ഇങ്ങനെയാണോ സമർപ്പിക്കേണ്ടത്? അപ്പോൾ അതൊരു ചിന്തയാണ്. അപ്പോൾ നമ്മൾ കുമ്പസാരത്തിൽ ഒന്നും ചോദിക്കണ്ട, കുമ്പസാരിക്ക്, നിങ്ങൾ ജോലി വേണമെന്നൊന്നും പറയണ്ട. അതൊക്കെ അച്ഛന്മാർ പ്രാർത്ഥിക്കണ സ്ഥലത്തല്ലേ പറയേണ്ടത്. കുമ്പസാരത്തിൻ്റെ ആ ഒരു ഡിസിപ്ലിൻ കളയാതെ കുമ്പസാരം നടത്താൻ നിങ്ങൾക്കൊന്ന് പരിശീലിച്ചൂടെ? അപ്പോൾ അതാണ്. അപ്പോൾ ഇന്ന് സമർപ്പണം, കുമ്പസാരം, കുർബാന സ്വീകരണം, ചിലപ്പോൾ നമുക്ക് കാത്തിരിക്കാൻ ഒരു മിനിറ്റ് വചനം പോലും കേൾക്കാൻ നമുക്ക് തയ്യാറല്ല. തള്ളിവിടും, ഫോണിൽ ഷോർട്സ് തള്ളിവിടും. അപ്പോൾ 10 മിനിറ്റ് പ്രസംഗം, നമുക്കൊന്നും, ചിലപ്പോൾ അതിലായിരിക്കും നമ്മൾ രക്ഷപ്പെടാനുള്ളൊരു ദൂത് ആ പ്രസംഗത്തിലായിരിക്കും. പക്ഷെ നമുക്ക് തയ്യാറല്ല, നമ്മൾ തയ്യാറല്ല. ഇനി ഇവർ ഡിസിപ്ലിനായിട്ടുള്ള ലൈഫ് നയിച്ചവരാണ്, കൊടുത്തവരല്ല, കാത്തിരുന്നവരെല്ലാം. ഇനി കിട്ടിയപ്പോൾ ഇവർ മാതാവിന് ഈശോയെ കിട്ടി, അല്ലേ? മാതാവിന് ഈശോയെ കിട്ടി. മാതാവ് 40-ാം ദിവസം കൊണ്ടുപോയി കൊടുത്തില്ലേ? കിട്ടിയവർ കൊടുത്തത് കണ്ടോ? കിട്ടിയിട്ട് നിങ്ങളുടെ മക്കളെ കർത്താവിന് വേണ്ടി കൊടുത്തോ? നിങ്ങൾക്ക് മക്കളെ, പ്രാർത്ഥിച്ച് കിട്ടിയ മക്കളെ കർത്താവിന് വേണ്ടി നിങ്ങൾ കൊടുത്തോ? നേരാവണ്ണം പ്രാർത്ഥിക്കുന്നൊരു കൊച്ചായിട്ട്, കർത്താവിന് ഇഷ്ടപ്പെട്ടൊരു കൊച്ചായിട്ട് നിങ്ങൾ കൊടുത്തോ? കിട്ടിയിട്ട് എന്താ കൊടുക്കാത്തത്? ഈ കിട്ടിയവരൊക്കെ കൊടുത്തത് കണ്ടോ? ഈ അന്നക്ക് കിട്ടിയിട്ട് അന്ന പോയി പറഞ്ഞു, യേശുവിനെ കുറിച്ച് പറഞ്ഞു. കിട്ടിയത് രക്ഷ കാത്തിരുന്ന അന്ന അത് കണ്ടു കഴിഞ്ഞപ്പോൾ പോയിട്ട് പറഞ്ഞു, എല്ലാവരോടും പറഞ്ഞു. നമ്മളെന്താ കിട്ടിയിട്ട് കൊടുക്കാത്തത്? ഇനിയും കാത്തിരുന്നവരാരും ഇല്ലാത്തവരല്ലായിരുന്നു. ഇപ്പം മാതാവിന് ഈശോയുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. ശിമയോനെ കുറിച്ച് അവനിൽ പരിശുദ്ധാത്മാവുണ്ടായിരുന്നു. നമുക്ക് ഉണ്ടോ? ഞാൻ ഇന്നലെ ഒരാളോട് ചോദിച്ചു, എത്ര ശതമാനം ഈശോയുണ്ട്? അയാൾ നല്ല ആത്മാർത്ഥമായിട്ട് പറഞ്ഞു, 30% ഉള്ളൂ. എന്നിൽ ഈശോ 30% ഉള്ളൂ. ആലോചിക്കുക, എത്ര ശതമാനമുണ്ട് നിങ്ങളിൽ? ഈശോ എത്ര ശതമാനമുണ്ട്? ഈശോ ഉള്ളവരാണ് കൊടുത്തത്. മാതാവിന് ഈശോ ഉണ്ട്, ഈശോ ഉള്ളവരാണ്. നമുക്കൊന്നും ഇല്ലല്ലോ, എന്നിട്ടും എന്താ കൊടുക്കാത്തത്? ഒന്നുമില്ലല്ലോ.
നല്ല വിശ്വാസം, തിളച്ചു മറിയുന്ന വിശ്വാസമുണ്ടോ? പ്രശ്നങ്ങളിൽ പോലും പതറിപ്പോകാത്ത വിശ്വാസമുണ്ടോ? എന്നിട്ടാണ് കൊടുക്കാത്തത്. ഉള്ളവരാണ് കൊടുത്തത്, നമുക്ക് ഇല്ല. എന്നിട്ട് നമ്മൾ കൊടുക്കാൻ, ഒന്നും സമർപ്പിക്കാൻ പോലും നമ്മൾ തയ്യാറല്ല. നമുക്ക് അങ്ങനെ സമയമൊന്നും കളയാൻ, കാത്തിരിക്കാൻ പോലും നമുക്ക് ക്ഷമയില്ല. അതുകൊണ്ട് പരിശുദ്ധ കാണിക്ക മാതാവിനോട് നിങ്ങളിന്ന് പ്രാർത്ഥിച്ചോ. അമ്മ, ഞാനിങ്ങനെ ചേർത്തല തങ്കിപ്പള്ളിയിൽ, അതൊരു പരിശുദ്ധ കാണിക്ക മാതാവിൻ്റെ പള്ളിയാണ്, ഇന്നവിടെ തിരുനാളാണ്. അവിടെ ഇങ്ങനെ ഒരു ഗൈഡ് ചേട്ടനുണ്ട്. ആ ചേട്ടൻ മരിച്ചുപോയി. ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന ആ ചേട്ടൻ നിന്ന് കേട്ടൊരു സാധാരണ വിശ്വാസി കേട്ട കാര്യമാണ്, പരിശുദ്ധ കാണിക്ക മാതാവേ, അമ്മയുടെ കയ്യിരിക്കുന്ന കുഞ്ഞിനെ ഞങ്ങൾക്ക് തരണേ. ഈ കൂട്ടത്തിൽ കുഞ്ഞുങ്ങളില്ലാത്തവർ ഉണ്ടെങ്കിൽ ഇന്ന് പ്രാർത്ഥിച്ചോ. അടുത്ത കൊല്ലം 2026 ഫെബ്രുവരി 2 ഞാനൊരു കൊച്ചിനെയുമായിട്ട് സമർപ്പിക്കാൻ വരാം എന്നൊന്ന് പറഞ്ഞു നോക്ക്. ചിലപ്പോൾ ഒരു കൊച്ചിനെ കിട്ടും. ഇനി ഞാൻ പറഞ്ഞില്ലേ, ആമുഖത്തിൽ പറഞ്ഞില്ലേ, 2:14 എഫേസ്യർ 2:14, സമാധാനം. അവൻ നമ്മുടെ സമാധാനമാണ്. പരിശുദ്ധ അമ്മയുടെ കയ്യിരിക്കുന്ന ഈശോ സമാധാനമായ ഈശോയാണ്. ഇനിയും പഠിക്കണ കാര്യത്തിൽ എന്ത് മേഖലയിൽ ഈശോ എല്ലാമാണല്ലോ. ഈശോയെ ചോദിക്കുക. നിങ്ങൾ ആ ഈശോയെ ചോദിക്കുക. ഈശോയെ ചോദിച്ചിട്ട് തമാശ കളിക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ, ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. ഈശോയെ ചോദിച്ചാൽ ഈശോയെ പരിശുദ്ധ അമ്മ തരും. തൻ്റെ നിധി പോലെ കാത്തു സൂക്ഷിച്ച ഈശോയെ അങ്ങനെ നമ്മൾ നിധി പോലെ കാത്തു സൂക്ഷിക്കുമെങ്കിലല്ലേ തരുവുള്ളൂ. നമുക്കങ്ങനെ തമാശ കളിക്കാനാണെങ്കിൽ ഈശോയെ തരുമോ? പരിശുദ്ധ അമ്മയോട് ചോദിച്ചാൽ തരുമോ? പരിശുദ്ധ അമ്മയോട് ചോദിക്കുക. നിങ്ങളുടെ ചോദ്യത്തിൽ നിന്ന് മനസ്സിലാകും നിങ്ങൾക്ക് ഈശോയെ വേണമെന്ന്. അങ്ങനെ മനസ്സിലായാൽ അമ്മ നിങ്ങൾക്ക് തരും. ഇന്ന് അനുഗ്രഹത്തിൻ്റെ ദിവസമാണ്. അതുകൊണ്ട് പരിശുദ്ധ അമ്മയോട് ചോദിക്കും. നീറുന്ന മനസ്സിൽ കരുണാമൃതമേകൂ അമ്മേ, തളരാതെ എന്നെ നീ താങ്ങിടണമേ. കനിപോലും നിൻ തിരുകൈകൾ നീട്ടി എന്നെ കരതാരിൽ കൺമണി പോലെ കാത്തിടണമേ. അമ്മേ മാതാവേ, നിൻ മക്കൾ ഞങ്ങൾക്കായി ഏകീടണമേ നൽവരങ്ങൾ. ചേർന്ന് പാടിക്കേ. അമ്മേ മാതാവേ, നിൻ മക്കൾ ഞങ്ങൾക്കായി ഏകീടണമേ നൽവരങ്ങൾ. അമ്മേ മാതാവേ, നിൻ മക്കൾ ഞങ്ങൾക്കായി ഏകീടണമേ നൽവരങ്ങൾ. ആമേൻ. നമുക്ക് വിശ്വാസ പ്രമാണം ചൊല്ലാൻ എഴുന്നേറ്റ് നിൽക്കാം. ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യമദൃശ്യമായ എല്ലാറ്റിൻ്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏക കർത്താവും ജാതനായ ഏക ദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്ക് മുൻപ് പിതാവിൽ ജനിച്ചവനുമായ യേശു ക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിനുള്ള ദൈവവും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായി സത്യയിൽ ഏകനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവാൽ കന്യകാമറിയത്തിന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന പോന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിശുദ്ധ ലിഖിതങ്ങൾ അനുസരിച്ച് 3-ാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയുമില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പസ്തോലികവുമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും
മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരരെ, പിതാവായ ദൈവത്തോട് ഭക്തിവിശ്വാസ പ്രത്യാശയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പരിശുദ്ധ പിതാവായ ഫ്രാൻസിസ് പാപ്പായ്ക്കും നമ്മുടെ രൂപതാധ്യക്ഷനായ ടി സഹായരാജ് മെത്രാനും എല്ലാ വൈദികർക്കും അവരുടെ സേവനത്തിന് ഭരമേൽപ്പിച്ചിരിക്കുന്ന ജനങ്ങൾക്കും വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരികൾക്കും അവരുടെ സഹപ്രവർത്തകർക്കും പൊതുനന്മയ്ക്കായി പ്രയത്നിക്കുന്നവർക്കും വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കരയിലും കടലിലും ആകാശത്തിലും യാത്ര ചെയ്യുന്നവർക്കും തടവുകാർക്കും കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടവർക്കും വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തോടുള്ള ഭയഭക്തിയാലും വിശ്വാസത്താലും സ്നേഹത്താലും പരിപാവനമായ ഈ ആലയത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന നമുക്കെല്ലാവർക്കും വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. മൗനമായി നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകൾ സമർപ്പിക്കാം. സ്നേഹപിതാവായ ദൈവമേ, ഞങ്ങൾ പാപികളും ബലഹീനരുമാണ്. ഞങ്ങൾ അനുഗ്രഹിക്കണം. സമർപ്പിക്കുന്നു എന്ന് ചുമ്മാ പറയാതെ കർത്താവെ, കുംഭസാരത്തിലൂടെയും പരിശുദ്ധ കുർബാന സ്വീകരണത്തിലൂടെയും നിരന്തരം ഞങ്ങളുടെ കത്തോലിക്ക വിശ്വാസ ജീവിതം നവീകരിക്കുവാൻ, സമർപ്പിക്കുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. സ്നേഹമായി സാദരം സ്വീകരിച്ചാലോ, സ്നേഹമായി സാദരം സ്വീകരിച്ചാലോ, ഇലയാൻ എന്നുടെ ഈ കാഴ്ചകൾ ആസയിൽ പ്രിയ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. കർത്താവിന്റെ നാമത്തിന്റെ സ്തുതിക്ക് മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ നന്മയ്ക്കുമായി അങ്ങയുടെ കരങ്ങളിൽ ഈ ബലി സ്വീകരിക്കുമാറാകണമേ. കർത്താവേ, അങ്ങജാതനായ ഏകപുത്രൻ കളങ്കമറ്റ കുഞ്ഞാടായി ലോകത്തിന്റെ ജീവന് വേണ്ടി അങ്ങേക്ക് സമർപ്പിക്കപ്പെടാൻ അങ്ങ് തിരുമനസ്സായല്ലോ. ആഹ്ലാദത്തിൽ ആറാടുന്ന സഭയുടെ ബലിയർപ്പണം അങ്ങേക്ക് പ്രീതികരമായി തീരട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങയും ആത്മാവോടും കൂടി ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഉയർത്തിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായമന്ത്രി. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ അങ്ങയോടുകൂടെ നിത്യനായ അങ്ങേ പുത്രൻ ഈ ദിനം ദേവാലയത്തിൽ സമർപ്പിക്കപ്പെട്ടു. അവിടുന്ന് ഇസ്രായേലിന്റെ മഹത്വവും ജനതകളുടെ പ്രകാശവുമായി
ആത്മാവാൽ വെളിപ്പെടുത്തപ്പെട്ടു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സൈന്യങ്ങളുടെ കർത്താവാം ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഓസാന ഓസാന അത്യുന്നതങ്ങളിൽ ഓസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഓസാന ഓസാന അത്യുന്നതങ്ങളിൽ ഓസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധൻ ആകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്നു കുടിക്കുവിൻ. എന്തെന്നാൽ
എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരും വരെ അങ്ങേ മരണമേങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങ് തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങളങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സഹായ രാജ്മിത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങേ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോട് നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങയുടെ കാരുണ്യത്താൽ മരണമടഞ്ഞ സകലരെയും ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശം സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരും കനിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധന്മാരോടൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങൾ അർഹരാക്കുകയും പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാവട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായി നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ.
എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങ് തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആത്മാവോടും കൂടെ നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവഗുണിയാണ് എങ്കിൽ കരുണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവഗുണിയാണ് എങ്കിൽ കരുണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവഗുണിയാണ് എങ്കിൽ സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത.